പുറത്തുള്ള ആൾക്കാർക്ക് ക്രൂരത കാണിക്കും, പക്ഷെ അവർക്ക് നിന്നോട് അസൂയ വരത്തില്ല. ഇവിടെ ഉള്ളവർക്ക് നിന്നോട് അസൂയ വന്നേക്കാം. അസൂയാണ് ഈ കയ്യടിയായിട്ടും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലായിട്ടൊക്കെ വരുന്നത്. എന്റെ കണ്ണുകൾ ഞാൻ അങ്ങോട്ട് നോക്കിയായിരുന്നു. ആരൊക്കെയാണ് കൈയടിച്ചിരിക്കുന്നത്, ശാരീരിക്ക് എന്തിനാണ് കൈയടിച്ചതെന്ന് എനിക്കറിയില്ല. നിന്റെ പേര് PR എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ പക്ഷെ നീ എന്നോടല്ല പൊതുവേ നിനക്കും അറിയാം. പക്ഷെ നീ ഇത് ഓക്കെ എന്നെ ബലിയാടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അവരെന്നെ പറയുന്നത് അവരുടെയും കൂടെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കണം. അപ്പോഴും നീ തിരിച്ചാരെയും പറയുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആ മോർണിംഗ് ക്ലാസ് തന്നെ എനിക്കറിയാം എന്നെ പറഞ്ഞവർക്കും ഉണ്ട്. എടുത്ത് വെച്ചോ, എൻ്റെ അടുത്ത് വെച്ചോ, ഞാനത് അക്സെപ്റ്റ് ചെയ്തോളാം. അതിനേക്കാളും മേലെ നിനക്ക് നിലനിൽക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നിനക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് നീ അത് ചെയ്തത്. അങ്ങനെയായിട്ട് ഇതാക്കാൻ നോക്കി. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ മനസ്സിലൊന്നുമില്ല, ബ്ലാങ്കാണ്. നമ്മുടെ ഇവിടെ 96 ദിവസം നമ്മൾ ജീവിച്ചതോ 96 കൂട്ടെ, ഇന്നത്തെ ദിവസം നോക്കണ്ട, 3 ദിവസം കൂടെ 96 ദിവസം വരെ ഞങ്ങൾ ജീവിച്ചതോ അവരുടെ കൂടെ ഉള്ളതോ അതൊന്നും എനിക്ക് ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. പുറത്തോട്ട് നിന്നെ എന്ത് ഇമേജ് പോയി ഡ്രാമ ആയിട്ട് ഞാൻ ഉൾപ്പെടെ പറയാം. നിനക്ക് ക്യാമറ അതൊക്കെ നോക്കി നിൽക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, അത് വേറെ. പക്ഷെ നിനക്ക് നല്ല ഉള്ളിൽ സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ്. നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നീ കരയെടുത്ത് നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല ജീവിക്കുന്നത് പോലും. നീ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നീ പ്രയോറിറ്റി ചെയ്യുന്നത് അത് ഞാൻ കരയെടുത്തെന്ന് പറയാം. എനിക്കത് മനസ്സിലാവും നീ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനോ നീയോ സിമിലർ അല്ല. ഓക്കെ എന്തുമാത്രം എന്ത് കാര്യം നോക്കാതെ ബാക്കിയവർക്ക് അത് ചെയ്യുന്നുണ്ട് ഒക്കെ എനിക്ക് മനസ്സിലാവും. ആശയപരമായിട്ട് ഞാൻ കുറച്ച് മണ്ണകട്ടെ ഒന്നുമല്ല. എനിക്ക് ആരെങ്കിലും അതിന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ആ ആസ്പെക്റ്റ് അല്ല ഞാൻ നോക്കുന്നത്. നീ നിന്നെ മറന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നീ ഒരു വളമായിട്ടൊരു മരത്തിട്ട് നീ ചീഞ്ഞാൽ ഞാൻ മരത്തിന് വളമാണെങ്കിൽ നീ ആദ്യം ചെയ്യും. നീ കരയാതിരിക്കുക, അത് നീ ചെയ്യും. നീ അത്രയും പുറത്തുള്ള ആൾക്കാർക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഇല്ല, ഞാൻ നിന്നെ മനസ്സിലാക്കിയ ഒരു രീതിയിൽ ഞാൻ പറയാം. അത്രയും വരെ നീ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ അത്രയും നന്മയും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്ത് വന്നാലും ഈ വീട്ടിലെ പ്രഷറൊന്നും നിന്നെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് വന്നാലും എന്താ പറയാം, പുറത്തിനിപ്പോൾ നമ്മൾ വലിയ ഫ്രണ്ട്സായിട്ട് പോകുന്നോ അങ്ങനെ ഒന്നും എനിക്ക് ഞാൻ പക്ക ഗെയിം എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഓക്കെ ആയിട്ടുള്ളവരോട് മാത്രമേ ഞാൻ ക്ലോസ് ആകത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. ഈവൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ പോലും ഞാനില്ല, ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് താല്പര്യം കുറവാണ്, എനിക്ക് പേഴ്സണലി താല്പര്യം കുറവാണ്. എനിക്ക് പറ്റുന്ന ആൾക്കാരായിട്ട് മതി, അങ്ങനെ പറ്റും. പക്ഷേ നിന്റെ ഉള്ളിലുള്ള ആ സാധനം ഇവിടെ എന്ത് കത്തിച്ചാലും, ഇവിടെ ആറ്റം ബോംബ് ഇട്ടാലും നിനക്ക് അതിനകത്ത് ഒന്നും പറ്റാതെ പുറത്തിറങ്ങി വരാൻ പറ്റും. അത് ഓർത്ത് വെച്ചിട്ട്